ഹലോ ഗായ്സ്, പുതിയൊരു മോട്ടിവേഷനും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മോട്ടിവേഷൻ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അപ്പോൾ ഇന്നത്തെ മോട്ടിവേഷനിൽ നമ്മൾ പറയാൻ വന്ന സ്പീച്ച് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. അച്ചീവ്മെൻറ്റ്സ് ലൈഫിൽ എല്ലാവർക്കും ഗോൾസ് ഉണ്ടാവുമല്ലോ, ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ എങ്ങനെ അച്ചീവ് ചെയ്യാം, എന്തൊക്കെയാണ് അതിലുള്ള തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ എങ്ങനെ മാറ്റിക്കൊണ്ട് മുന്നേറാം, ഇതിനെക്കുറിച്ചുള്ള ആദ്യ പാർട്ട് വീഡിയോ ആണ് കേട്ടോ. ഒരു പാർട്ട് അല്ല, ഇതിനെക്കുറിച്ച് കുറേ പാർട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആ സീരീസിൽ ഏറ്റവും ചെറിയ വീഡിയോ ആയിരിക്കും. ഇതിൻ്റെ ബാക്കി വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനെന്താ യൂട്യൂബറായിട്ട് അടുത്ത കണ്ടന്റ് ക്ഷാമം വരുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കി എടുത്തിട്ട് വരും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ അറ്റൻഷൻ സ്പാം ഭയങ്കര കുറവാണെങ്കിൽ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് തന്നെ മുങ്ങിയിട്ടുണ്ടാവും എനിക്കറിയാം. നിങ്ങൾക്ക് ടിക്ടോക്ക് ഭാവിയില്ലെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്ന് ഫുൾ വീഡിയോ കണ്ടിട്ട് പോയാൽ മതി. 3 മിനിറ്റേ ഉള്ളൂ ഇരുന്ന് കാണാനുള്ള മനസ്സ് കാണിക്കുക. വേറെ 3 മിനിറ്റ് അല്ലേടേ, ഒന്നിരുന്ന് കണ്ണടേ. ഓക്കെ, അപ്പം ആദ്യമായിട്ട് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അതായത് ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിനുള്ള വഴികൾ കണ്ടെത്തുക, എല്ലാ ദിവസവും പരിശ്രമിക്കുക. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തെ വേണ്ടത് നമുക്കത് പറ്റും, വി ക്യാൻ ഡു ഇറ്റ്, അല്ലെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കിത് പറ്റും എന്നുള്ള ഇതാക്കുക. പിന്നെ ചാർട്ട് തയ്യാറാക്കുക. അതായത് നിങ്ങൾ സ്വന്തമായിട്ടൊരു ചാർട്ടൊക്കെ തയ്യാറാക്കി ഒരു ടൈം ടേബിളെല്ലാം ഇതാക്കി കൃത്യമായിട്ടങ്ങ് വർക്ക് ചെയ്തോളാം. ഹാർഡ് വർക്ക് തന്നെയാണ് ഏറ്റവും നല്ല മെത്തേഡ്. യാതൊരു ചീറ്റിക്കും ചെയ്യേണ്ട, ഇതും വേണ്ട. എക്സാമിന് കോപ്പി അടിച്ചിട്ട് എഴുതുന്ന പോലെയല്ല ലൈഫിലെ ലക്ഷ്യങ്ങൾ. നിങ്ങളത് തനിയെ വഴിയിലിട്ട് നടന്നത് നേടിയെടുക്കാമെന്ന് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമോ? മനസ്സ് വിചാരിച്ചാൽ എന്തും നേടിയെടുക്കാൻ പറ്റുന്ന മനോധൈര്യമുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാൻ പറ്റുമോ? ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ ഇതാക്കാൻ മനസ്സിൻ്റെ ധൈര്യം മതി, മനസ്സിൻ്റെ ധൈര്യം മതി. ബാക്കിയെല്ലാം അതിൻ്റെ ഒപ്പം വന്നോളും. പിന്നെ നമ്മളതായ ഫ്രീഡം കണ്ടെത്തുക, നമ്മളതായ ഒരു ഇതിലാക്കുക, നമ്മളതായ ഒരു ഇൻഡിപെൻഡൻസ്. അതായത് നിങ്ങൾക്ക് സ്റ്റെപ്പാണ് തോൽവികളുടെ സ്റ്റെപ്പ് കയറിയാണ് എല്ലാവരും വിജയത്തിലെത്തുന്നത്. എല്ലാവരും പരിശ്രമിച്ചിട്ട് തന്നെയാണ് വിജയത്തിലെത്തുന്നത്. അതുകൊണ്ട് പരിശ്രമിക്കുക, ചീറ്റ് ജയിക്കാൻ നോക്കരുത്. പരീക്ഷക്കായാലും ലൈഫിലായാലും അതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഏത് വിജയമല്ല. നിങ്ങൾക്ക് ആ വിജയം ആ മൊമെൻറ്റിൽ നിന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട്, നിങ്ങളുടെ പേഴ്സിവറൻസ് കൊണ്ട് അങ്ങനെ അച്ചീവ് ചെയ്യണം. അല്ലാതെ വഴികളിലോട്ട് ഇതാക്കരുത്. സക്സസ് ആകാൻ എന്ത് വഴി എടുക്കരുത്, ആവശ്യമുള്ള വഴി മാത്രം എടുക്കുക. അത്രയും കാര്യങ്ങൾ ലൈഫിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടു ബി കൺസിസ്റ്റൻറ്റ്, എല്ലാ ദിവസവും ഇതാക്കുക. എന്നെ കണ്ടില്ല ദിവസം വീഡിയോ ഇടുന്നുണ്ട്, ഒരു ദിവസം വിജയിക്കത്തുള്ള പ്രതീക്ഷയിലാണ്. കമൻ്റ് ഇടുന്നവരുടെ കമൻ്റ് ഇടുക കേട്ടാ. ഇതല്ല എൻ്റെ വീഡിയോ ഒരാൾ കാണാതെ വിചാരിച്ചിട്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ എടുത്ത് നോക്കുന്നുണ്ടല്ലോ, അപ്പം അതൊരു താങ്ക്സ്. അപ്പം ബൈ ഗായ്സ്, see you in next video. This is signing out from Malu Motivator. See you in next video. Bye, good night.